الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ, അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തു വച്ചു അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർക്ക് ഈ ദുനിയാവിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും ദൗർഭാഗ്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ പറയുകയുണ്ടായി, അർബഉൻ മൻ അസാബഹുന്ന ഫഖദ് ഉഅ്തിയ ഖൈറദ് ദുനിയ വൽ ആഖിറ. 4 കാര്യങ്ങൾ വല്ലവനും ലഭിക്കുകയാണെങ്കിൽ ദുനിയാവിലെ നന്മയും പരലോകത്തെ ഗുണവും അത് മുഖേന അവന് ലഭ്യമായി തീരുന്നതാണ് എന്ന്. അത് പറഞ്ഞുകൊണ്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൽബൻ ഷാക്കിറ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഒരു മനസ്സ് ഉണ്ടാവുക എന്നതാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു തന്നിട്ടുള്ള അസംഖ്യം അനുഗ്രഹങ്ങൾ, അതിനെ ഓർത്തുകൊണ്ട് അവന് നന്ദി കാണിച്ച് ജീവിക്കുക എന്നുള്ളത് ദുന്യവിയായ സമാധാനം അതിലൂടെ അവന് ലഭിക്കുമെന്നതിലുപരി പരലോകത്തും അതവന് നേട്ടമാകുമെന്നാണ്. നന്ദിയുള്ള ഒരു മനസ്സുള്ള അടിമയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് റസൂൽ പറയുന്നത് വലിസാനൻ ദാഖിറ, അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാവ് ഉണ്ടാവുക എന്നതാണ്. നമ്മളൊരു ദിവസം നേരം പുലർന്നാൽ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആരെയൊക്കെയൊക്കെ തന്നെ നമ്മൾ പുകഴ്ത്തി പറയുന്നുണ്ടാകും. പക്ഷേ നമ്മൾ ഉരിയാടുന്നതിൽ ഏറ്റവും കൂടുതലായി തീരേണ്ടത് അള്ളാഹുവിന് ശുക്ർ ചെയ്ത് അവനെ സ്തുതിച്ച് അവന് കീർത്തനങ്ങൾ അർപ്പിച്ചു കൊണ്ടിരിക്കുന്ന നന്മയുടെ വചനങ്ങളാകണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അള്ളാഹു നമ്മിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത് അതാണ്. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന നാവ്, ലിസാൻ എന്ന് പറഞ്ഞാൽ അത് നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണം എന്നതാണ്. അനുഗ്രഹങ്ങൾ നമുക്കറിയാം. നമ്മുടെ അനുഗ്രഹങ്ങൾ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ നമ്മൾ നല്ലൊരു ആത്മാഭിമാന ബോധത്തോടു കൂടി എടുത്തു പറയുകയും ചെയ്യും. എന്നാൽ അള്ളാഹു അത് പറയുന്നുണ്ട്, വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ റബ്ബ് നിനക്ക് നൽകിയ നിഅമത്തിനെ കുറിച്ച് നീ സംസാരിക്കണം, പറയണം.
നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സാമ്പത്തികമായ സുസ്ഥിതി, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം, നിങ്ങൾക്ക് അല്ലാഹു അങ്ങനെ എന്തെന്തൊക്കെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടോ അത് മിണ്ടാതിരിക്കാനല്ല, ഫഹദ്ദിസ്, നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ്. അതോടൊപ്പം തന്നെ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന മനസ്സുണ്ടാകുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിനെയും നമ്മൾ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യണമെന്നാണ്. ഏറ്റവും കൂടുതലായി നമ്മൾ ചെയ്യണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആൻ അത് പറയുന്നത് എന്താ? അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റിനെ കുറിച്ചാണ്. യാ അയ്യുഹല്ലദീന ആമനുദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി സ്മരിച്ചു കൊണ്ടിരിക്കണം. പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രത്യേകിച്ച് അവന് നിങ്ങൾ സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചു കൊണ്ടിരിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വബദനൻ അലൽ ബലാഇ സ്വാബിറാ. അള്ളാഹുവിൻ്റെ പരീക്ഷണം എന്ന നിലക്ക് നിങ്ങൾക്ക് പലതും ജീവിതത്തിൽ കടന്നു വരും. ശരീരത്തിന് നിങ്ങൾക്ക് ആഘാതമുണ്ടാക്കുന്ന രോഗങ്ങളാകാം, അപകടങ്ങളാകാം. അങ്ങനെയുള്ള പ്രയാസഘട്ടങ്ങളിലൊക്കെ തന്നെ വിഷമഘട്ടങ്ങളിൽ സഹനം കൈകൊള്ളുന്ന ഒരു ശരീരം ഒരാൾക്കുണ്ടാവുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തിലൊക്കെ അള്ളാഹനെ നമ്മൾ ഓർക്കണം എന്നാണ്. ഒരപകടത്തിൽ ഒരു കയ്യാണ് പോയി എന്ന് വിചാരിക്കുക, അൽഹംദുലില്ലാഹ് പഠിച്ചോനെ ഒന്നല്ലേ പോയിട്ടുള്ളൂ, മറ്റേതുണ്ടല്ലോ. ഒരു കാലിനാണ് പരിക്കെങ്കിൽ അൽഹംദുലില്ലാഹ്, രണ്ട് കാലുമില്ലാത്ത എത്ര ആളുകളാണ് റബ്ബേ ഉള്ളത്. നോക്കൂ നിങ്ങൾ, അങ്ങനെ ഒരു ചിന്ത. നമുക്കുള്ള ഇല്ലായ്മകളെ കുറിച്ച് ഓർത്തുകൊണ്ടല്ല, നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ. അതാണ് വബദനൻ അലൽ ബലാഇ സ്വാബിറാ. ആരോഗ്യം ഉണ്ടാകും, അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. എന്നാൽ രോഗങ്ങൾ കടന്നു വരും ജീവിതത്തിൽ, അപ്പോൾ ക്ഷമിക്കാനുള്ള കരുത്ത് നമുക്കുണ്ടാകണം. നാലാമത്തെ അനുഗ്രഹമായി, സൗഭാഗ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത് വസൗജതൻ ലാ തബ്ഗീഹി ഹുബൻ ഫീ നഫ്സിഹാ വമാലിഹി. തൻ്റെ ശരീരത്തിലും ഭർത്താവിൻ്റെ സമ്പത്തിലും കുറ്റമാഗ്രഹിക്കാത്തൊരു ഭാര്യയെ നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ്. 4 കാര്യങ്ങൾ ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സൗഭാഗ്യങ്ങളായിക്കൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അതേപോലെ തന്നെ അവിടുന്ന് ഒരിക്കൽ പറയുകയുണ്ടായി, മിൻ സആദത്തി ബിനി ആദം സലാസ വമിൻ ഷഖാവത്തി ബിനി ആദം സലാസ. ഒരു മനുഷ്യപുത്രൻ്റെ 3 സൗഭാഗ്യങ്ങളും 3 ദൗർഭാഗ്യങ്ങളും അതിനെക്കുറിച്ച് വിശദീകരിക്കവേ അവിടുന്ന് പറഞ്ഞു, മിൻ സആദത്തി ബിനി ആദം, ഒരു വ്യക്തിക്ക് കിട്ടുന്ന സൗഭാഗ്യം അൽ മർഅത്തു സ്വാലിഹ, ഒന്നാമത്തേതായി സദ്വൃത്തയായ ഒരു നല്ല ഭാര്യ, സഹധർമ്മിണിയാണ്. വൽ മസ്കനു സ്വാലിഹ്, നല്ല ഒരു വീട്. മസ്കൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപഭാവത്തിലോ അതിൻ്റെ വലുപ്പത്തിലോ അല്ല. മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാനം കിട്ടുന്ന ഒരു ഇടം എന്നാണ് അർത്ഥം. വീടിനെ കുറിച്ച് ഖുർആൻ സംസാരിച്ച പദങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ബൈത്ത് എന്ന് പറയുന്നുണ്ട്. ബൈത്ത് വീടാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിലെ പഠിക്കാൻ വേണ്ടി ബൈത്ത് എന്നാണ് പഠിക്കുക അറബി പഠിക്കുമ്പോൾ. പക്ഷെ ബൈത്ത് എന്ന് പറഞ്ഞാൽ അങ്കബൂത്തിന്റെ വീടിനും ഖുർആൻ ബൈത്ത് എന്നാണ് പ്രയോഗിച്ചത്. 8 കാലി നെയ്തുണ്ടാക്കുന്ന അതിൻ്റെ വീടുണ്ടല്ലോ, ചിലന്തി വല. ഇന്ന ഔഹനൽ ബുയൂത്ത് ലബൈത്തുൽ അങ്കബൂത്ത് ലൗ കാനൂ യഅലമൂ എന്ന് പറയുന്നുണ്ട്. ഇന്ന ഔഹനൽ ബുയൂത്ത്, വീടുകളിൽ, ബൈത്തുകളിൽ ഏറ്റവും ദുർബലമായ വീട് 8 കാലിയുടെ വീടാണ് എന്ന്. ആ വലക്ക് താങ്ങാനാവാത്ത എന്തെങ്കിലും ഒരു ജീവി അതിലൂടെ പറന്നു പോയാൽ അത് തകർന്നു പോകും. ദാർ എന്ന പദം ഖുർആൻ വീടിന് വേണ്ടി പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ദാർ എന്ന് അധികവും പ്രയോഗിച്ചിട്ടുള്ളത് മരണാനന്തര ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി വെക്കുന്ന ആ സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, സന്തോഷത്തിൻ്റെ ആ ഗേഹത്തിനാണ്. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ദാറുസ്സലാമിലേക്കാണ് വിളിക്കുന്നത്, സമാധാനത്തിൻ്റെ, രക്ഷയുടെ വീട്ടിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്, ദാർ എന്ന പദം. എന്നാൽ
നമ്മൾ താമസിക്കുന്ന വീടിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞെടുത്ത് മസ്കൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? ആ വീട്ടിലേക്ക് കയറി ചെന്നാൽ നമുക്ക് ശാന്തിയായി, സമാധാനമായി, സ്വസ്ഥതയായി. നമുക്ക് വീട് വിട്ടിറങ്ങുമ്പോൾ ഈ ജീവിതത്തിന്റെ അലച്ചിലുകളിലും പരക്കം പാച്ചിലുകളിലും ജീവിതായോധന മാർഗത്തിലുള്ള നമ്മുടെ ഓട്ടത്തിന്റെ തളർച്ചകളിലും അതൊക്കെ അകറ്റാൻ വേണ്ടി നമ്മൾ കയറി ചെല്ലുന്ന ആ ഇടമുണ്ടല്ലോ, അത് സമാധാനത്തിന്റെ ശാന്തിയുടെ ഗേഹമായി മാറണം. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ ആ പദം തന്നെ അൽ മസ്കനു സ്വാലിഹ്, നിങ്ങൾക്ക് നല്ല ഒരു ശാന്തി നൽകുന്ന ഒരു ഭവനം നിങ്ങൾക്കുണ്ടാവുക. നാലാമത്തെ സൗഭാഗ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വൽ മർക്കബു സാലിഹ്, മനുഷ്യനായാൽ യാത്ര വേണം, സഞ്ചരിക്കുന്നവനാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അവൻ യാത്ര ചെയ്യുന്ന വാഹനവും നല്ല വാഹനമായിരിക്കണം. അപ്പോൾ നോക്കൂ നിങ്ങൾ, നല്ല വാഹനം, നല്ല പാർപ്പിടം, നല്ല ഭാര്യ, ഇതൊക്കെ ഒരു വിശ്വാസിക്ക് ദുനിയാവിൽ കിട്ടുന്ന സൗഭാഗ്യമായിക്കൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള വാഹനം എന്ന് പറഞ്ഞാൽ ഒട്ടകം, കുതിര, കഴുത, കോവർ കഴുത പോലെയുള്ള വാഹനങ്ങളാണ്. ഇന്ന് നമ്മുടെ അത്യന്താധുനിക ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വാഹനമാണ്. നല്ലതായിരിക്കണം, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മൾ വിചാരിച്ച സമയം കൊണ്ടെത്തുന്ന, അതിൻ്റെ ഇടയിൽ ടയർ പഞ്ചറാകാതെ അപ്പുറത്ത് കയറ്റി നിർത്താൻ പറ്റാത്ത അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളില്ലാത്ത, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കൃത്യസമയം കൊണ്ട് എത്താൻ കഴിയുന്ന ഒരു വാഹനം, നമുക്ക് ജീവിതത്തിൽ സമാധാനവും ശാന്തിയും സ്വസ്ഥതയും നൽകുന്ന ഒരു പാർപ്പിടം. അതേപോലെ തന്നെ നമ്മൾ ചെല്ലുന്ന സന്ദർഭത്തിൽ നമ്മളെ സ്വീകരിക്കാൻ സന്തോഷത്തോടുകൂടി നമ്മെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന ഒരു സഹധർമ്മിണി റസൂലുള്ളാഹി. എന്നാൽ ഈ ദുനിയാവിലുണ്ടാകുന്ന ദൗർഭാഗ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു നോക്കൂ, വമിൻ ശഖാവത്തി ഇബ്നി ആദം അൽ മർഅത്തു സൂ, ചീത്ത ഭാര്യ, വൽ മസ്കനു സൂ, കൊള്ളാൻ പറ്റാത്ത കൊള്ളരുതാത്ത പാർപ്പിടം, ചീത്ത പാർപ്പിടം, വൽ മർക്കബു സൂ, ചീത്ത വാഹനം എന്നൊക്കെയാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ദുനിയാവിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകണം എന്നത് തന്നെയാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അതിനുള്ള നിയമങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. എന്നാൽ ഇവിടെ മാത്രം സൗഭാഗ്യം മതിയോ ഇല്ല, പരലോകത്തും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ, അവന്റെ വൈവാഹിക ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ അവന് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടാനുള്ള വഴികളെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉപദേശിച്ചത്, അതിൻ്റെ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും പ്രവാചകന്റെ സാരോപദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരികളായ നമ്മുടെ മക്കൾ, അവർക്ക് വിവാഹം പ്രായമെത്തിയാൽ അതിന് അവരിൽ നിന്ന് ഇങ്ങനെയുള്ള മനസ്ഥിതി ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇല്ലാതാകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രായം ചെന്നിട്ടും കല്യാണം എനിക്കിപ്പോൾ വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികളിലാണ് അധികം ഈ ഒരു മനസ്ഥിതി കൂടുതൽ വരുന്നത്. അതിന് പല ന്യായങ്ങളും അവർ പറയുന്നുണ്ട്. അതെന്താണോ, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകും എന്ന ഒരു പേടി അവർക്ക് ഈ വിഷയത്തിലുണ്ട്. അപ്പോൾ വിവാഹിതനായാൽ പിന്നെ അവിവാഹിതരെ പോലെയുള്ള ആ സ്വാതന്ത്ര്യ ജീവിതം അതോടുകൂടി അവസാനിക്കുന്നു എന്നൊരു പേടിയുണ്ടോ എന്ന ഒരു തോന്നൽ. പിന്നെ രണ്ടാമത്തേത് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് സെറ്റിലായിട്ട് മതി വിവാഹം. ഇത് മിക്കവാറും കുട്ടികളിലൊക്കെ വരുന്ന ഒരു മനസ്ഥിതിയാണ്. ഒന്ന് സെറ്റിലാകട്ടെ എന്ന് അവർ പറയാം. അങ്ങനെയാണ് ഇവരുടെ ശൈലി, അങ്ങനെ തന്നെയാണ്. എന്തായി സെറ്റിലാകൽ എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൻ്റെ കാര്യമൊക്കെ എനിക്ക് തന്നെ നോക്കാൻ പറ്റാവുന്ന ഒരു സാമ്പത്തികമായ സുസ്ഥിതി കൂടി അതിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെയാണ് ചില കാര്യങ്ങൾ നമ്മൾ മതപരമായ വീക്ഷണത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. എന്നാൽ വിവാഹം എന്തിനാണ് എന്ന് ഖുർആൻ പറഞ്ഞു തരുന്നത്, ജീവിതത്തെ തന്നെ സെറ്റിലാക്കാനുള്ളൊരു വഴിയാണ് നിക്കാഹ്, വിവാഹം. ഇതാണ് ശരിക്ക് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സാമ്പത്തികമായ ഇടങ്ങാറാണോ നിങ്ങൾ വിവാഹം കഴിച്ചാൽ പേടിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണെന്നോ, നിങ്ങൾ വിവാഹിതരായാൽ യുഗ്നിഹിമുല്ലാഹു മിൻ ഫളിഹി വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹുവിന്റെ ഓഫറാണ്. അല്ലാഹുവിന്റെ ഓഫറിൽ വിശ്വാസമില്ലാത്ത ഒരാൾ എങ്ങനെയാ മുഅ്മിനാവുക?
അള്ളാഹുവിന്റെ ഈ ഓഫറിൽ അള്ളാഹു നമുക്ക് നൽകുന്നു, നിങ്ങൾ വിവാഹിതരാകൂ, നിങ്ങൾ സാമ്പത്തിക പ്രയാസത്തിന്റെ പേരിൽ അത് മാറ്റിവെക്കരുത്. നിങ്ങൾ ദരിദ്രരാണ് എങ്കിൽ യുഗ്നിഹിമുല്ലാഹു മിൻ ഫളിഹി, അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് ഫളില് കൊണ്ട്, അള്ളാഹുവിന്റെ ഖജനാവ് എത്ര കൊടുത്താലും തീരാത്തതല്ലേ, അത് വിശ്വസിക്കുന്നവരല്ലേ വിശ്വാസികൾ. അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങളെ ധന്യരാക്കും, നിങ്ങൾക്ക് വേണ്ടതൊക്കെ അവൻ ചെയ്തു തരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, അപ്പോൾ നമ്മളല്ല സെറ്റിലാക്കേണ്ടത്. വിവാഹത്തിലൂടെ നമ്മുടെ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സെറ്റിലാക്കി തരികയാണ് എന്ന കാര്യമാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ധർമ്മനിഷ്ഠയോടുകൂടി ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അവനിൽ തവക്കുലാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും എന്നാണ് ഖുർആനിൽ ഉടനീളം പറയുന്നത്. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുതവക്കിലൂൻ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ഈ രംഗത്ത്, വിവാഹ രംഗത്ത് ഈ തവക്കുലിന്റെ കുറവ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഒരു തവക്കുലില്ലായ്മ. ഇപ്പൊ നമ്മുടെയൊക്കെ, എൻ്റെയൊക്കെ പ്രായത്തിലുള്ള, എനിക്ക് 63 വയസ്സായി, ഞങ്ങളുടെ സമകാലികരായ ആളുകൾ എടുത്ത് പരിശോധിച്ചാൽ അവരുടെ പിതാക്കൾ, അവർക്ക് വിവാഹം, ഞങ്ങളുടെയൊക്കെ ഉപ്പമാര് ഉമ്മമാര് വിവാഹിതരായിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു? അവർ ഖുർആൻ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയായിരുന്നു. ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ശരിക്ക് ആരെയാണ് ഖുർആൻ ഏൽപ്പിച്ചത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിവാഹം ഒരു ഭാരമാണോ, അതൊരു ബാധ്യതയാണോ എന്ന പേടിയാണ് ഇവിടെ മറ്റുള്ളവരെ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിവാഹം ഒരിക്കലും ഒരു ഭാരമല്ല, അതൊരു ബാധ്യതയുമല്ല. ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള കരുത്ത്, ജീവിതത്തിൽ ശരിക്ക് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തെ പരിപൂർണമാക്കാനുള്ള സ്ഥൈര്യവും ധൈര്യവും കരുത്തുമാണ് വിവാഹത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ ദീന് ഉണ്ടെങ്കിൽ, അതാണല്ലോ അടിസ്ഥാനപരമായിട്ടുള്ളത്. ഇണകളുടെ സ്വപ്നങ്ങളുടെ ചിറകരിഞ്ഞുകൊണ്ട് അവരെയെല്ലാം തന്നെ അസ്വാതന്ത്ര്യരാക്കി തീർക്കുന്ന ഒരു സംഗതിയല്ല ഇസ്ലാമിലെ വിവാഹം. നേരെ മറിച്ച് ഇണകൾ, അത് ആണായാലും പെണ്ണായാലും, അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിച്ചു കൊടുക്കുന്ന അനുഗ്രഹീതമായ ഒരു ധർമ്മമായിക്കൊണ്ടാണ് ഇസ്ലാം വിവാഹത്തെ കാണുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിടത്തെല്ലാം തന്നെ, വൈവാഹിക ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിടത്തെല്ലാം തന്നെ പരസ്പരം എടുത്തും കൊടുത്തും കൈമാറിയും സന്തുഷ്ടരായി ആനന്ദത്തോടുകൂടി കഴിഞ്ഞുകൂടേണ്ട ജീവിത നിമിഷങ്ങളായിക്കൊണ്ടാണ് ഈ കാര്യങ്ങളെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അധ്വാനിച്ച് കുടുംബം പുലർത്തേണ്ട ഒരു ബാധ്യത, ആ റോള് പുരുഷനെയാണ് ഇസ്ലാം ഏൽപ്പിക്കുന്നത് എന്നാണ്. സ്ത്രീയെ അത് ഏൽപ്പിച്ചിട്ടില്ല, അവർക്ക് അങ്ങനെ ഉത്തരവാദിത്വമില്ല. അപ്പൊ നേതൃത്വപരമായ ഈ കാര്യം നിർവഹിക്കാൻ സ്ത്രീ പുരുഷനെയാണ്. അൽ-റിജാൽ ഖവ്വാമൂന അലൻ-നിസാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സ്ത്രീകളുടെ സംരക്ഷണോത്തരവാദിത്വം, അവരെ സംരക്ഷിക്കാനുള്ള അധികാരം പുരുഷന്മാരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്, അല്ലാഹു അവർക്ക് ചിലർക്ക് ചിലരേക്കാൾ ശേഷിയും ശ്രേഷ്ഠതയും നൽകിയിട്ടുണ്ട്. സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്കുള്ള ഈ ശ്രേഷ്ഠതയാണ് സമ്പത്ത് അത് ശേഖരിക്കാനും അധ്വാനിക്കാനും കുടുംബം പുലർത്താനും ഒക്കെ ഉള്ള കഴിവ്. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, അവർ തങ്ങളുടെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നു എന്നതുകൊണ്ടുമാണ് ഈ ഉത്തരവാദിത്വം പുരുഷന്മാരെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഈ ഉത്തരവാദിത്വ നിർവഹണത്തിൽ, ഈ കുടുംബത്തിന്റെ സംരക്ഷണ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കാര്യത്തിൽ സ്ത്രീ അയാൾക്ക് താങ്ങും തണലുമായി വർത്തിക്കേണ്ടവളാണ്. അങ്ങനെയാണ് അള്ളാഹുവിനെ പേടിയുള്ള ഒരു സ്ത്രീ ചെയ്യേണ്ടത് എന്നുകൂടിയാണ് ഈ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഒരു ഭർത്താവ് എന്താണോ അധ്വാനിച്ചു കൊണ്ടുവരുന്നത് അതിൽ സംതൃപ്തയായി സന്തോഷത്തോടുകൂടി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെയുള്ള ഒരു മാനസികമായ ഒരു തലം ഈ കുട്ടികൾക്കും അതേപോലെ തന്നെ ഭാര്യയ്ക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഉണ്ടാകണം. അതുകൊണ്ടാണ് സമ്പത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ പറയുന്നത്,
നിങ്ങൾ വലാ തുഅ്തുസ്സുഫഹാ അംവാലകുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പായി അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് ഒരിക്കലും വകതിരിവില്ലാത്ത മക്കൾക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കരുത്. സമ്പത്ത് അങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. സുഫാക്കൾക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കരുത്. അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ് അതിലാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്ത് പാടില്ല? ഖുർആൻ ഈ വിഷയത്തിൽ നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. കുടുംബ ജീവിതത്തിൽ അതാണ് നമ്മൾ പാലിക്കേണ്ടത് എന്നതാണ്. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. വല്ലദീന ഇദാ അൻഫഖൂ, അവർ സ്വത്ത് ചെലവഴിക്കുകയാണെങ്കിൽ, ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ വിശേഷണങ്ങളെ എണ്ണി എണ്ണി സൂറ ഫുർഖാനിന്റെ അവസാന ഭാഗത്തിൽ അള്ളാഹു പറഞ്ഞൊരു കാര്യമാണിത്. അവർ എന്തെങ്കിലും ചെലവഴിക്കുകയാണെങ്കിൽ ലം യുസ്രിഫു, അവർ ദൂർത്തടിക്കുകയില്ല, അവർ ദുർവ്യയം നടത്തുകയില്ല, അവർ ലളിത ജീവിതം നയിക്കുന്നവരായിരിക്കും. എന്നാൽ വലം യഖ്തുറു, അവർ പിശുക്കി വെക്കുകയുമില്ല. ചെലവഴിക്കേണ്ടടുത്ത് അവർ ചെലവഴിക്കും. അത് ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, എവിടെയൊക്കെയാണോ ചെലവഴിക്കേണ്ടത് അവിടെ പിശുക്ക് കാണിക്കാതെ അവർ ചെലവഴിക്കും. എന്നാൽ ദൂർത്തോ ദുർവ്യയമോ ഒരിക്കലും അവർക്കിടയിൽ ഉണ്ടാവുകയില്ല. വകാന ബൈന ദാലിക ഖവാമ, ദൂർത്തിന്റെയും പിശുക്കിന്റെയും ഇടയിലുള്ള ഈ മധ്യമമായ നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കും അവർ എന്നാണ്. അപ്പൊ ഇങ്ങനെ ഇത് കുടുംബജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അബ്ദുൽ മലിക് ബിൻ മർവാൻ തന്റെ മകൾ ഫാത്തിമയെ ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. എന്നിട്ട് കുട്ടികളുടെ വർത്താനം അറിയാൻ വേണ്ടി വീട്ടിൽ അദ്ദേഹം വന്നു. ആ സന്ദർഭത്തിൽ മകനോട് ചോദിക്കുന്നുണ്ട്, മാ നഫഖത്തുക, നിങ്ങളുടെ ചെലവ് ഇപ്പൊ എങ്ങനെയാ കഴിഞ്ഞുകൂടുന്നത് എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസിനോടാ ചോദിക്കുന്നത്. അദ്ദേഹം ആരാണെന്ന് നമുക്കറിയാം. നമ്മുടെയൊക്കെ ശ്രവണപുടങ്ങളിൽ വന്ന് അലയടിച്ച് മനഃപ്പാടമാക്കിയ ഒരു മാപ്പിളഗാനത്തിൽ വരിയുണ്ട്, ഉണ്ടോ സഖി എന്ന് ചോദിച്ചുകൊണ്ട്, ഒരു മുന്തിരിക്കുല തിന്നാനുള്ള പൂതി കൊണ്ട്. അങ്ങനെ 4 അട ചോദിക്കുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹം അതിന് മറുപടി പറയുന്നത് എന്താ? എങ്ങനെയാ ഇപ്പൊ നിങ്ങൾ ചെലവൊക്കെ കഴിയുന്നത് എന്ന് ചോദിച്ചപ്പോ മറുപടി എന്താണെന്നോ, അൽ ഹസന ബൈന സയ്യിഅതൈൻ, 2 തിന്മകൾക്കിടയിലുള്ള നന്മയിലൂടെയാണ് ഞങ്ങളുടെ ജീവിതമെന്ന്. അൽ ഹസന ബൈന സയ്യിഅതൈൻ, 2 തിന്മകൾക്കിടയിലുള്ള നന്മയിലൂടെയാണ് ഞങ്ങളുടെ ജീവിതം. എന്താണ് 2 തിന്മകൾ? ഒന്ന് ദൂർത്ത്, ദുർവ്യയം, മറ്റേതോ പിശുക്ക്. അതിനിടയിലുള്ള മാന്യമായ മധ്യമമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം കഴിയുന്നു. സുമ്മ തലാ ഹാദിഹിൽ ആയ, തന്റെ ഭാര്യാപിതാവിനെ ഓതി കേൾപ്പിച്ച ആയത്ത്, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. നോക്കൂ നിങ്ങൾ. അപ്പൊ ഇത് കുടുംബത്തിൽ ഇങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ആരുടെയൊക്കെ സഹായം വേണം? അൽ മർഅത്തു സ്വാലിഹയുടെ സഹായം എന്തായാലും വേണം. ഉമ്മ ബാപ്പാക്ക് ഇത്രേ വരുമാനമുള്ളൂ മോനെ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ആ മക്കളെ അതിനനുസരിച്ച് വളർത്തുകയാണെങ്കിൽ തീർച്ചയായും ആ കുടുംബത്തിൽ ഇങ്ങനെ ഒരു സാമ്പത്തികമായ അച്ചടക്കമുണ്ടാകും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വേദശാസ്ത്ര പുരാണാദിബോധമല്ല സമർത്ഥത, വരവിങ്കേൽ കവിഞ്ഞുള്ള ചെലവില്ലായകയാണത്. മൂപ്പരല്ല സാമർത്ഥ്യക്കാരനാ, എവിടുന്നൊക്കെയാ പൈസ വാരി കൂട്ടിക്കൊണ്ടിരുന്നോ? എന്താ മൂപ്പരുടെ വരുമാനം, എന്താ അന്തസ്സുള്ള ജീവിതം. എത്ര ആളുകളെ അങ്ങനെ നമ്മൾ കണ്ടു. എത്ര സമ്പന്നന്മാരെ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ കാണുന്നില്ലേ? നോക്കൂ നിങ്ങൾ, ഈ സമ്പത്തൊക്കെ കൊടുക്കുന്നത് ആരാണ്? അത് ഉപയോഗിക്കേണ്ടത് അത് കൊടുത്ത ആളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. എല്ലാ ഖുതുബയിലും ആദ്യം നമ്മൾ പറയുന്നത് എന്താ? അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കാൻ പരമാവധി ശ്രദ്ധിക്കണമെന്നാണ്. അത് എല്ലാ രംഗത്തും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, വരവിങ്കേൽ കവിഞ്ഞുള്ള ചെലവില്ലായ്ക എന്നതാണ് നമ്മുടെ സാമർത്ഥ്യം. അവിടെയാണ് നമുക്ക് സമാധാനം ഉണ്ടാവുക എന്നാണ്. ഇവിടെ അദ്ദേഹം തന്റെ മകനോട് തന്നെ ഉപദേശിക്കുന്നുണ്ട്, യാ ബുനയ്യ കുൽ ഫീ നിസ്ഫി ബത്നിക, മോനെ ഭക്ഷണം കഴിക്കുമ്പോൾ പാകത്തിന് കഴിച്ചാൽ മതി. ഈ വിഷയത്തിൽ എത്രയോ ഹദീസുണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാം ഭക്ഷണ മര്യാദകൾ പറയുമ്പോൾ.
പാകത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കുക. കുലു വഷ്റബു വലാ തുസ്രിഫു എന്നുള്ള ആയത്തറിയാത്ത ആരും വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. പാകത്തിന് തിന്നാ മതി, അധികമാകേണ്ട എന്ന്. അതേപോലെ അദ്ദേഹം പറയുന്നു, വലാ തകും മിൻ ഖൗമിൻ യജഅലൂന മാ റസഖഹുമുല്ലാഹു ഫീ ബുതൂനിഹിം വഅലാ ദുഹൂരിഹിം. നിങ്ങൾ എങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തിൽ പെടരുത് പോനെ. എങ്ങനെയുള്ള ജനവിഭാഗം? അള്ളാഹു കൊടുത്ത നിഅമത്ത് മുഴുവൻ അവരുടെ യജഅലൂന മാ റസഖഹുമുല്ലാഹു ഫീ ബുതൂനിഹിം, അവർ തിന്ന് നശിപ്പിക്കുന്ന ആൾക്കാർ. അള്ളാഹ് കൊടുത്ത നിഅമത്ത് ഒക്കെ വയറ്റിൽ കുത്തി നിറക്കുന്നവനാകരുത് നീ. വഅലാ ദുഹൂരിഹിം, പിന്നെ പുറത്ത് ചുമക്കുന്നവരുമാകരുത്. അതിനെപ്പറ്റി പറഞ്ഞത് അവിടെ വസ്ത്രമാകാം, അവിടെ വീടുകളാകാം. ഉള്ള പണം മുഴുവൻ, സമ്പാദ്യം മുഴുവൻ പരമക്കണ കയറ്റുക. എന്നിട്ട് പണി തീരാത്ത എത്ര വീടുകളാണുള്ളത് ആലോചിച്ച് നോക്കൂ. തറയിട്ടപ്പോ നല്ല സാമ്പത്തികമായ കഴിവുണ്ടായിരുന്നു, അതിനനുസരിച്ച് വീടിന് തറയിട്ടു, പൂർത്തിയാക്കാൻ കഴിയണില്ല. ഇവിടെയാണ് ഇതൊക്കെ കുടുംബ ജീവിതത്തെ ബാധിക്കും, മക്കളെ ബാധിക്കും, അവരുടെ ഭാവിയെ ബാധിക്കും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലുടനീളം അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, പ്രവാചകന്റെ സാരോപദേശങ്ങൾ, അത് നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله عباد الله. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഒരുപാട് വിവാഹ പരസ്യങ്ങൾ കാണാറുണ്ട്. വധുവിനെ തേടുന്നു, വരനെ തേടുന്നു എന്നൊക്കെ. വിവാഹത്തിൻ്റെ കാര്യം വരുമ്പോൾ ആ വിവാഹം എളുപ്പമാകാൻ വേണ്ടി നമ്മൾ ഏതേത് സംവിധാനങ്ങളെയും സൗകര്യങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നതിനൊന്നും ഇസ്ലാം എതിരല്ല. ഇസ്ലാം കാര്യമായി ഇതിൽ കാണുന്നത് വരനും വധുവും അള്ളാഹുവിനെ പേടി ഉള്ളവരാകണം എന്നത് തന്നെയാണ്. ഈ വിഷയത്തിൽ നമ്മുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം? നമ്മുടെ ആ വിഷയത്തിലുള്ള നയോപായ വൈദഗ്ധ്യം ഓരോ രക്ഷിതാക്കളും അത് വരൻ്റേതായാലും വധുവിൻ്റേതായാലും ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ വരൻ്റെ കാര്യം വധുവിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ വരനെ തേടുന്നതിലും ഇസ്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഒരാൾ അലി റളിയല്ലാഹുവിൻ്റെ മകൻ ഹസൻ റളിയല്ലാഹുവിനോട് ഒന്ന് പറയുന്നുണ്ട്, ഇന്നലി ബിൻത, എനിക്കൊരു പെൺകുട്ടിയുണ്ട്, ഫമൻ തറ അൻ ഉസവ്വിജഹു ലഹു, എൻ്റെ പൊന്നുമോളെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഖാല സവ്വിജ്ഹാ മിമ്മൻ യത്തഖില്ല, പടച്ചോനെ പേടിയുള്ള മനുഷ്യന് നിന്റെ മോളെ നീ കല്യാണം കഴിച്ചു കൊടുത്തോ. കാരണം എന്താണോ, ഫൈൻ അഹബ്ബഹ അക്രമഹ, അവളെ അയാൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവളെ അയാൾ ആദരിക്കും, ബഹുമാനിക്കും. വൈൻ അബ്ഗളഹ ലം യുദ്ലിംഹ, ഇനി അവളോട് എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ തന്നെ അവളെ ഒരിക്കലും ദ്രോഹിക്കൂല. പഠിച്ചോനെ പേടില്ല, എങ്ങനെയുള്ള ആളുകൾക്കാണ് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് എന്ന് അദ്ദേഹം ഉപദേശം നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, തൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ആർക്കാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്ന് കൃത്യമായി നിങ്ങൾ ആലോചിക്കണമെന്നാണ് പറയുന്നത്. നല്ല മതനിഷ്ഠയും മാന്യതയും സ്വഭാവവും ഉത്തരവാദിത്വ ബോധവും ഉത്തമ ചര്യകളും ഒക്കെ ഉള്ള ആളുകളെയാണ് നിങ്ങളുടെ പെൺകുട്ടികളെയും നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഇമാം ഖസാലി റഹിമഹുല്ലാ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇങ്ങനെ അത് സംബന്ധമായി പറഞ്ഞിട്ടുണ്ട്, മൻ സവ്വജ ഇബ്നതഹു ളാലിമൻ, ആരെങ്കിലും തൻ്റെ പെൺകുട്ടിയെ മകളെ ഒരു അക്രമിക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ, ഔ ഫാസിഖൻ, അല്ലെങ്കിൽ ഒരു തമ്മാടിക്കാണ് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുന്നതെങ്കിൽ, ഔ മുബ്തദിയാണ്, അല്ലെങ്കിൽ ഒരു ബിദ്അത്തുകാരനാണ് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ, ഔ ശാരിബ ഖംറിൻ, അല്ലെങ്കിൽ ഒരു കള്ളുകുടിയനാണ് നിങ്ങളുടെ പെൺകുട്ടിയെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുന്നതെങ്കിൽ, ഫഖദ് ജനാ അലാ ദീനിഹി, തൻ്റെ ദീനിനോടാണ് അയാൾ അപരാധം ചെയ്തത് എന്നാണ് ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്.
ഓനങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അത് കല്യാണം കഴിച്ചാൽ നന്നായിക്കോളും. നമ്മൾ സാധാരണ പറയാറുണ്ട്. അതൊക്കെ കല്യാണം കഴിക്കാത്ത സുയിപ്പാ പോകാനുള്ളത്. പെണ്ണെട്ടിച്ചു കൊടുത്താൽ നന്നാവും. അത് നല്ല ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ആളുകളെ നന്നാക്കാനുള്ള സംഗതിയല്ല വിവാഹം എന്നുകൂടി നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഫഖദ് ജനാ അലാ ദീനിഹി വതഅറള ലിശഖ്തില്ലാ ലിമാ ഖതഅ മിനർ റഹ്മി വസൂഇൽ ഇഖ്തിയാർ. ഈ രക്ഷിതാവിന്റെ തെറ്റായ തെരഞ്ഞെടുപ്പും കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞതിനെയും സംബന്ധിച്ച് അള്ളാഹുവിന്റെ കോപത്തിന് അവൻ പാത്രമായി തീരുമെന്നാണ് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഇബ്നു തൈമിയ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഫത്താവകളിലും അദ്ദേഹത്തിനോട് ചോദിച്ച മറുപടികളിലുമൊക്കെ ഈ വിഷയകമായി ധാരാളം ചർച്ചകൾ കാണാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ മൻ കാന മുസിറൻ അലൽ ഫുസൂഖ് ലാ യംബഗി അൻ യുസവ്വിജ് എന്നാണ്. തമ്മാടിത്തത്തിൽ വേണ്ടാത്തരങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല. പെണ്ണ് കിട്ടാത്ത ഒരാളാണ് അവൻ എന്നത് നാട്ടിൽ അറിയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള ആൾക്കാരെ കെട്ടിച്ചാൽ നന്നായിക്കോളും, കെട്ടിച്ചു കൊടുത്താൽ നന്നാകുമെന്നൊരു രീതി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടുണ്ടാകുന്നത് ഈ കുടുംബജീവിതത്തിന് സമാധാനമല്ല, അശാന്തിയാണ്, അസ്വസ്ഥതയാണ്. അവിടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിർദ്ദേശങ്ങൾ, പ്രവാചകന്റെ ഉപദേശങ്ങൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ ഈ രംഗത്ത് നമ്മൾ പാലിക്കുക. റഹ്മാനായ റബ്ബ് നമ്മെ തുണക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പറ്റിപ്പോകുന്ന തെറ്റുകൾ ഞങ്ങളോട് പൊറുക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ കൺകുളിർമ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.